ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലെയുള്ള ചെറിയൊരു ക്യാമറ അനിമേറ്റ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ നമുക്ക് ഒരു പ്ലേ ചെയ്യിപ്പിക്കാം. ക്യാമറ മാത്രം അനിമേറ്റ് ചെയ്താൽ മതി, ഒബ്ജക്റ്റ് അവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുന്നുണ്ടാവും, അവിടെ നോക്കിയാൽ മതി. എൻ്റെ ഈ ഒരു ഇതിൽ ക്യാമറ മാത്രം റൊട്ടേറ്റ് ആവുന്നുണ്ട്, കണ്ടോ? ക്യാമറ റൊട്ടേറ്റ് ആവുകയും ചെയ്യും, മറ്റേ നമ്മുടെ ഒബ്ജക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കും. പക്ഷേ നമുക്കിവിടെ ഇതിൻ്റെ ക്യാമറ വ്യൂവിൽ ഇങ്ങനെയും കാണും. അതാണ് ഇതിൻ്റെ ഉപയോഗം, നോക്കിയാൽ മതി. ഓക്കെ, ഇതെന്താ? പക്ഷേ ഇത് എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഇവിടെ ഇരുന്ന് റൊട്ടേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ, ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ഇവിടെ ഇങ്ങനെ റൊട്ടേറ്റ് ആകും. കണ്ടാ, അങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ക്യാമറ റൊട്ടേറ്റ് ആയാലും നമുക്ക് കാണുന്നത് ഒബ്ജക്റ്റ് കിടന്ന് റൊട്ടേറ്റ് ആകുന്ന രീതിയിൽ കാണും ക്യാമറ വ്യൂ. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് ഫയല്, ഞാനിപ്പോൾ ഒരു പഴയ ഒരു തന്നെ എടുക്കാം, ന്യൂ ജനറൽ. ഓക്കെ, ഇത് ഈ ക്യൂബിനെ നമുക്ക് ക്യാൻസൽ ആക്കാം. തൽക്കാലം ഞാനിവിടെ ഇതൊന്ന് എൻ്റെ മേലെയുള്ള ബ്ലെൻഡർ കിറ്റിൽ ഒരു കാർ എന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. തൽക്കാലം എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കാറിനെ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഞാനിവിടെ ആ കാറിൻ്റെ മോഡലിനോട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു സർക്കിൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ മറക്കാം. കേർവ്സിൽ സർക്കിൾ എന്ന ക്ലിക്ക് കൊടുക്കുമ്പോൾ സർക്കിൾ ഇവിടെ വന്നിട്ടുണ്ടാവും. അത് നമുക്ക് എസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് വലുതാക്കാം, സ്കെയിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് അത് ആ സർക്കിളിനെ സെലക്ട് ചെയ്തിട്ട് ടാബ് അമർത്തിയ എഡിറ്റ് മോഡിൽ പോകും. അപ്പോൾ നമുക്ക് കുറേ വെർട്ടസീസ് കിട്ടും. ആ വെർട്ടസിൽ നമുക്ക് ആവശ്യമുള്ള ഞാനിപ്പോൾ ഈ ഒരെണ്ണം സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് എസ് അമർത്താം. എന്നിട്ട് നമ്മുടെ കർസർ ടു സെലക്റ്റഡ് ഉള്ളതിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് 2 എന്നുള്ള. ഓക്കെ, അപ്പോൾ എന്താവും, ഷിഫ്റ്റ് എസ് പിന്നെ 2 നമ്പർ പേരിൽ 2 അമർത്തി നമ്മുടെ ഈ കർസറിൽ ഈ ആക്സസ് പോലത്തെ ഉള്ള അത് നമ്മുടെ അവിടെ സെലക്റ്റഡ് ആ പാത്തിലേക്ക് വരും. ഇനി നമുക്ക് എഡിറ്റഡ് മോഡ് മാറ്റിയിട്ട് ഒബ്ജക്റ്റ് മോഡിലാക്കിയിട്ട് ഈ ഇത് സെലക്ട് ചെയ്യാം, ക്യാമറ സെലക്ട് ചെയ്യാം. ക്യാമറ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഷിഫ്റ്റ് എസ് അമർത്തിയിട്ട് സെലക്ഷൻ ടു കർസർ വേണ്ടിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ആ ടോപ്പിലുള്ള 8 എന്നാണ് നമ്പർ. ഷിഫ്റ്റ് എസ് 8 കൂടി അമർത്തി അത് ഓട്ടോമാറ്റിക്കായി അവിടെ പോയിട്ട് നിൽക്കും. അപ്പോൾ നമ്മുടെ ക്യാമറ ആ പാത്തിൻ്റെ അടുത്ത കർസറിൽ വന്ന് നിന്നു. ഇനി നമ്മുടെ ക്യാമറയിൽ കുറച്ച് സെറ്റിങ്സ് ഒന്ന് മാറ്റണം. അതിന് നമുക്ക് എൻ അമർത്തിയിട്ട് ഐറ്റം എന്നുള്ളൊരു സാധനമുണ്ട് ഇവിടെ, അത് നമുക്ക് കുറച്ച് വലുതായി കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ റൊട്ടേഷൻ എന്നിട്ട് എക്സ് ആക്സിസിൽ 90 ഡിഗ്രി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് ആ എക്സിൻ്റെ അവിടെ തന്നെ ഉണ്ടാവും. ഇനി വൈ നമുക്ക് 0 ആക്കാം. ഓക്കെ, സെഡ് നമുക്കൊരു 0 ആക്കി നോക്കാം. ചിലപ്പോൾ മാറ്റേണ്ടി വരാം, കറക്റ്റാണ് തോന്നുന്നു. നമുക്ക് ഒരു 0 ഒന്നാമത്തെ ക്യാമറ വ്യൂ വരും, വെറുതെ വ്യൂ പോയിട്ടിൽ 0 ആമത്തെ ക്യാമറ വ്യൂ വരും. ഓക്കെ, ഇനി അത് വേണ്ട. ഈ ഒരു ഭാഗം നമുക്ക് തൽക്കാലം ഇനി വേണ്ട, എണ്ണ മർത്തിയിട്ട് ക്യാൻസൽ ആക്കാം. ഇനി ക്യാമറയും ഈ സർക്കിളും കൂടി സെലക്ട് ചെയ്യാം. ഓക്കെ, രണ്ടും സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ പി അമർത്താം. ക്യാമറ ആദ്യം സെലക്ട് ചെയ്യാം, ഷിഫ്റ്റ് അമർത്തിയിട്ട് സർക്കിളും സെലക്ട് ചെയ്യാം, എന്നിട്ട് കൺട്രോൾ പി അമർത്താം. ഓക്കെ, നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് കീപ് ട്രാൻസ്ഫർ ഉണ്ട്. അതിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ഫോളോ പാത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഫോളോ പാത്ത് നമ്മുടെ അനിമേഷൻ ഇവിടെ കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു വേറൊരു വ്യൂ ഫോട്ടും കൂടി ഓപ്പൺ ചെയ്യാം. അത് ഇങ്ങനെ നമുക്ക് ചെറുതായിട്ടൊന്ന് റാഗ് ചെയ്താൽ മതി. ഈ വ്യൂവിൽ നമുക്ക് ക്യാമറേൻ്റെ വ്യൂ നോക്കാം. ഓക്കെ, ഞാനിവിടെ ക്യാമറ വ്യൂ എടുത്തിട്ടുണ്ട്, ഇവിടെ നമ്മുടെ നോർമൽ വ്യൂ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ വ്യത്യാസം? ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറ അനിമേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒബ്ജക്റ്റിൽ ഒരു ചെറിയൊരു അനിമേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള ബ്ലെൻഡർ ടിപ്സിനും വീഡിയോസിനും വേണ്ടിയിട്ട് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കൂട്ടാക്കണേ. താങ്ക് യു.